നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ബുധനാഴ്ചയാണ് അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ കളിക്ക് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോഴും പലതരത്തിലുള്ള വിശകലനങ്ങളാണ്. ടാക്റ്റിക്കലി അങ്ങനെയായിരിക്കും, മെൻ്റലി ഇങ്ങനെയായിരിക്കും. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ സോക്കോൾഡ് എക്സ്പേർട്സിൻ്റെ വിശകലനങ്ങളൊക്കെ അല്ലേ. നമ്മൾ എന്താണ് അർജൻറ്റീൻ ഫുട്ബോൾ എക്സ്പേർട്ട് പറയുന്നത്? ബ്രൂണോ ഡി സ്റ്റെഫാനോയുടെ ഒരു വിശകലനം, ടാക്റ്റിക്കൽ കീ, ഈ കളിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ടാക്റ്റിക്സ് എന്തായിരിക്കും, ഇംഗ്ലണ്ടിൻ്റെ ശക്തി എന്താണ്, അവരെ തടയാൻ അർജൻറ്റീനക്ക് ആവുമെങ്കിൽ അതെങ്ങനെ സാധിച്ചെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ടാക്റ്റിക്കലായിട്ടുള്ള വളരെ ആഴത്തിലുള്ളൊരു വിലയിരുത്തലാണ്. അത് നമുക്ക് മനസ്സിലായ രൂപത്തിൽ അറിയാവുന്ന പോലെ നിങ്ങളിലേക്ക് പകർന്നു നൽകാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് ടീമുകൾ, അതായത് ഇംഗ്ലീഷ് ടീമാണെങ്കിലും അർജൻറ്റീന ടീമാണെങ്കിലും അത്ര സുഖകരമായിട്ടങ്ങ് കടന്നു വന്ന ടീമുകളല്ല. അർജൻറ്റീനയ്ക്കൊക്കെ വെറുതെയും അതുപോലെ ഈജിപ്തും ഒക്കെ നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിനെതിരെയും അവർ പരീക്ഷിക്കപ്പെട്ടു. ഇംഗ്ലണ്ടോ മെക്സിക്കോയുടെ മുന്നിലൊരു കടുത്ത വെല്ലുവിളി നേരിട്ട് വന്നാണ്. ഘാനയോട് സമനില ഗ്രൂപ്പ് സ്റ്റേജിൽ പിടിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ ഒരു ടീമാണ്. ഒടുവിൽ നോർവേയോട് എക്സ്ട്രാ ടൈമിൽ വിജയിച്ചു വന്ന ടീമാണ്. അപ്പോൾ രണ്ട് ടീമിൻ്റെയും മുന്നോട്ടുള്ള പോക്കിൽ കുറേ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, സാമ്യതകൾ കാണാൻ പറ്റും. പക്ഷേ ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ പെനാൽറ്റി ഏരിയാസിലുള്ള അവരുടെ റിമാർക്കബിൾ എഫിഷ്യൻസിയും ഒക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വന്നതാണ്. എന്നാൽ അർജൻറ്റീനയാണെങ്കിൽ അവരുടെ ടാക്റ്റിക്കൽ അവയർനെസ്സിലൂടെയും ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റിയിലൂടെയും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിയ ടീമാണ് എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഡി സ്റ്റെഫാനോ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലെയും ഇൻഡിവിജ്വൽ സ്റ്റാർസിനപ്പുറം ഈ മാച്ച് സ്മോൾ ഡീറ്റെയിൽസിലായിരിക്കും തീരുമാനിക്കപ്പെടുക. ചെറിയ ചെറിയ ഡീറ്റെയിൽസിൽ അതിലായിരിക്കും ഈ കളി തീരുമാനിക്കപ്പെടുക എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സംഗതി വളരെ കൃത്യമാണ്. എറർ ഏറ്റവും കുറച്ച് വരുത്തുക ഏത് ടീമായിരിക്കും ആ ടീം വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ. തോമസ് ടൂഷലിൻ്റെ ടീം പൊസഷൻ ഒരുപാട് കൈവശമുണ്ടെങ്കിലേ ജയിക്കൂ എന്ന തരത്തിൽ കളിക്കുന്ന ടീമല്ല. നോക്കുക, മറ്റ് ടീമുകളെ പോലെയല്ല അവർ ഓപ്പണൻറ്റിൻ്റെ ഹാഫിലേക്ക് വളരെ പെട്ടെന്ന് ബോൾ എത്തിക്കാനും അതുവഴി വളരെ പെട്ടെന്ന് പൊസിഷനുകളിലേക്ക് എത്തി ഗോൾ ക്വിക്കലി സ്കോർ ചെയ്ത് മടങ്ങാനും കപ്പാസിറ്റിയുള്ള ടീമാണ്. മെക്സിക്കോക്കെതിരെ അവരത് വളരെ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. അന്ന് 3-1 പൊസിഷൻ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ വളരെ മികച്ച രൂപത്തിൽ കൺവിൻസിംഗ്ലി തന്നെ അവർ വിജയിച്ച് കയറി എന്ന കാര്യം മറക്കണ്ട. അവരുടെ ഫോർമേഷൻ യൂഷ്വലി 4-2-3-1 എന്ന രൂപത്തിലാണ് ഉണ്ടാവുക. പക്ഷേ ജൂഡ് ബെല്ലിംഗാമിൻ്റെയും ഹാരി കെയ്ൻ്റെയും മൂവ്മെൻറ്റുകൾക്കനുസരിച്ച് അവരുടെ ഷേപ്പിൽ കോൺസ്റ്റൻ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുകൂടി അർജൻറ്റീൻ ഫുട്ബോൾ നിരീക്ഷകൻ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയുടെ മെയിൻ കൺസേൺസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജൂഡ് ബെല്ലിംഗാമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു മിയർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഗെയിം ചേഞ്ചർ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കളി അൺലോക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള രൂപത്തിലേക്ക് അദ്ദേഹം മാറി. കെയ്ന് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസുകൾ, അതായത് കെയ്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഡിഫൻഡർമാർ പോകുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പേസുകൾ ഉപയോഗപ്പെടുത്താനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന രൂപത്തിൽ വരാതെ കിട്ടാവുന്ന വഴിയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോയി ആ ഒരു പ്രിസൈസ് ടൈമിങ്ങിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തെ ഫ്രീ ആക്കി വിട്ടുകഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഗോൾ മുഖം അദ്ദേഹം ആക്രമിക്കും. പിന്നെ കെയ്ൻ്റെ കാര്യം രണ്ടാമത് അർജൻറ്റീന ശ്രദ്ധിക്കേണ്ടതാണ് കെയ്നാണ്. കെയ്ൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റാക്കിംഗ് ഫോക്കൽ പോയിൻ്റ് അദ്ദേഹം തന്നെയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിയെ മാത്രം ആശ്രയിച്ചല്ല കളിക്കളത്തിൽ നിൽക്കുന്നത്. ഇൻക്രീസിംഗ്ലി അദ്ദേഹം ഡീപ്പറായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, മിഡ്ഫീൽഡേഴ്സിനോട് ലിങ്കപ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്കുമാരെ മാക്സിമം പുറകോട്ടടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതോടുകൂടി ആ ഒരു സെൻട്രൽ ചാനൽ ഫ്രീ അപ്പ് ചെയ്യുകയും ബെല്ലിംഗാമിനും ബുക്കായോ സാക്കക്കും അവരുടെ റണ്ണുകൾ, ബെല്ലിംഗാമിൻ്റെ റണ്ണ്, ബുക്കായോ സാക്കയുടെ ഡയഗണൽ റണ്ണൊക്കെ നടത്താനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഹാരി കെയ്ൻ. ഇതും കൃത്യമായിട്ട് അർജന്റീൻ ഫുട്ബോൾ നിരീക്ഷകൻ വിലയിരുത്തുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും ഈ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക മാത്രമല്ല, സെറ്റ് പീസുകളിൽ അവർ വളരെ ഡേഞ്ചറാണ്. ഡെക്ലൻ റൈസിൻ്റെ ഡെലിവറികൾ, കെയ്ന്, സ്റ്റോൺസ്, ബെല്ലിംഗാം ഇവരൊക്കെ വെച്ചുകൊണ്ട് ഒരു അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് അവർ മാറ്റിയെടുക്കുന്നു. അവരുടെ ടാക്ടിക്സ് ഓൾറെഡി അങ്ങനെയാണ്. പല മാച്ചുകളിലും അവർ കാര്യങ്ങൾ അതിലൂടെ അൺലോക്ക് ചെയ്തെടുത്തിട്ടുമുണ്ട്. സോ അർജൻറ്റീന അതും ശ്രദ്ധിക്കണം. കൂടാതെ വിങ്ങുകളിലും ചലഞ്ചുകളുണ്ട്. സാക്കയുടെ ഒരു എബിലിറ്റി, അദ്ദേഹം ഒന്നിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കടക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ്. ആൻ്റണി ഗോർഡൻ്റേത് വ്യത്യസ്തമായിട്ടൊരു പ്രൊഫൈലാണ്. അത് ടീമിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുകയും എപ്പോൾ ആക്സലറേറ്റ് ചെയ്യണം, എപ്പോൾ പാസ് ചെയ്യണം, അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് കൃത്യമായ സമയത്ത് ഒരു സാന്നിധ്യം അറിയിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയിൽ കളിക്കുന്നയാളാണ് ആൻ്റണി ഗോർഡൻ. അതും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അറ്റാക്കിംഗ് സ്പേസുകൾ അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുകയും അത് ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിങ്സ് അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഏരിയകളിൽ നിന്നാണ്. അതുകൂടി അർജൻറ്റീന കൃത്യമായിട്ട് ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട് എന്നുകൂടി ബ്രൂണോ ഡി സ്റ്റെഫാനോ പറയുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. ഈ സ്ട്രെങ്ത്തിനെ മറികടക്കാൻ അർജൻറ്റീനയ്ക്ക് എന്തുണ്ട് വഴി? കളി പിടിക്കാൻ അർജൻറ്റീന ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യം, മാച്ചുകളുടെ തുടക്കത്തിൽ ഒരല്പം സ്ലഗ്ഗിഷായിട്ടാണ് ഇംഗ്ലണ്ട് കളിക്കാറുള്ളത്. അതായത് പല ഗെയിമുകളിലും അത് കണ്ടു. കുറച്ച് സമയം വേണം ഡിഫെൻസീവ്ലി അവർക്ക് സെറ്റിലാവാനൊക്കെ. ഓപ്പോസിഷൻ ഹൈ ടെമ്പോയിൽ തുടക്കത്തിൽ കളിച്ചാൽ ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ നേരത്തെ ഗോളടിക്കാൻ പറ്റിയാൽ, അവരുടെ ഡിഫൻസ് സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ, സെറ്റിലാകുന്നതിന് മുമ്പ് തന്നെ ഗോളടിക്കാൻ പറ്റിയാൽ അത് ഇംഗ്ലണ്ടിനെ പുറകോട്ടടിക്കുമെന്ന് മാത്രമല്ല, തോമസ് ടൂഷലിൻ്റെ ടീമിന് അവർ കംഫർട്ടബിളായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആ പ്ലാൻ വിട്ടുകൊണ്ട് ഇറങ്ങേണ്ടി വരും. അതാണ് അർജൻറ്റീന ചെയ്യേണ്ട ഒരു കാര്യം, തുടക്കത്തിലെ ഗോളടിക്കുക എന്നുള്ളത്. പിന്നെ ബിൽഡപ്പ് പ്ലേയിൽ പ്രഷർ. ഇപ്പോൾ ഡെക്ലാൻ റൈസ് ബോൾ സ്വീകരിക്കുന്നത് കംഫർട്ടബിളി അല്ലെങ്കിൽ അദ്ദേഹം ഗോൾ വലയത്തിന് മുഖം തിരിഞ്ഞിട്ടല്ല ബോൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ടിന് ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും അവരുടെ ബിൽഡപ്പ് പ്ലേയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഡയറക്റ്റ് പ്ലേയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിക്കും. കെയ്ന് ഇനീഷ്യൽ ഒരു ഏരിയൽ ഡ്യൂവലും മറ്റുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഉപയോഗപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. അതേസമയം തന്നെ അദ്ദേഹത്തിന് ബോൾ കൊടുത്താലും അതിനൊരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താൻ അർജൻറ്റീനയ്ക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ബോൾ മൂവ്മെൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യണം. ബെല്ലിംഗാമിലേക്ക് ബോൾ എത്തുന്നതും അദ്ദേഹം ബോൾ റിസീവ് ചെയ്ത് മുന്നേറാനുള്ളൊരു അവസരം ഉണ്ടാകുന്നതും തടയാൻ പറ്റണം. അങ്ങനെ സംഭവിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കിംഗ് ത്രെട്ട് പരമാവധി കുറക്കാൻ പറ്റും എന്നുകൂടി നിരീക്ഷിക്കുന്നു. പിന്നെ ഫുൾ ബാക്കുമാർ കൊടുക്കുന്നൊരു സ്പേസ് അത് അർജൻറ്റീന ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെ അത് മുതലെടുക്കുകയും വേണം. അതായത് ഇംഗ്ലണ്ടിന് ബോൾ പൊസിഷൻ ലോസ് ആകുന്ന സമയത്ത്, സാധാരണ അവർ ബോളുള്ള സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറുന്നത് കൊണ്ട് തന്നെ ഒരു ടൈംലി അത് അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്പേസ് കവർ ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല. സെൻറ്റർ ബാക്കുമാർ അതുകൊണ്ട് തന്നെ ലാർജ് ഏരിയ കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. വിങ് ബാക്കുമാർ കയറിപ്പോകുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ആ ഒരു മൊബിലിറ്റി, അർജൻറ്റീൻ മുന്നേറ്റ നിര താരങ്ങളുടെ മൊബിലിറ്റി ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ മോളിന, ടാഗ്ലിയാഫിക്കോ എന്നിവരുടെ ഓവർലാപ്പിങ്, ഇതെല്ലാം ഫ്ലാങ്ങുകളിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് റൈറ്റ് സ്പീഡിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഇംഗ്ലണ്ടിനെ ബ്രേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നു. പിന്നെ ഫിസിക്കൽ ആസ്പെക്റ്റ് അതും വളരെ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ്. ഇംഗ്ലണ്ട് വന്നിരിക്കുന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇംഗ്ലണ്ട് എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ടാണ് വന്നത് നോർവേക്കെതിരെ. ശരി, അർജൻറ്റീന എക്സ്ട്രാ ടൈം കളിച്ചു, പക്ഷേ 10 പേരായിട്ട് ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിനെതിരെയായിരുന്നു അവരുടെ എക്സ്ട്രാ ടൈം. അതിനേക്കാൾ ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കേണ്ടി വന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിന്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റിൽ ടുഷലിന് ഒരുപാട് വർക്ക് ലോഡ് മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വന്നിട്ടുണ്ട്, ചില സസ്പെൻഷനുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. സോ ഒരു ഹൈ
ടെമ്പോയിലുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിൽ, അതൊരു നീണ്ട പീരീഡിലേക്ക് ഹൈ ടെമ്പോയിലാണ് കളി പുരോഗമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീൻ ബെഞ്ചിൽ നിന്നുള്ള സ്ട്രെങ്ത്തിന് ഈ കളി തിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കാനുണ്ട് എന്നുകൂടി അദ്ദേഹം വിലയിരുത്തുന്നു. അപ്പോൾ രണ്ട് ടീമുകൾ തമ്മിൽ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അണ്ടർ പ്രഷർ, ഇമ്മൻസ് പ്രഷറിൽ അവരുടെ ക്യാരക്ടർ കാണിച്ചിട്ടുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഇംഗ്ലണ്ട് പ്ലെയേഴ്സ് ഒരു സിംഗിൾ ടച്ചിലൂടെ കളി നിർണ്ണയിക്കാൻ, വിജയിക്കാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. പക്ഷെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വേൾഡ് കപ്പിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗെയിം കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ കഴിയുക, അതനുസരിച്ച് അവരുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ളതാണ്. സോ എഗെയിൻസ്റ്റ് ആൻ ഓപ്പണൻ്റ് ഓഫ് സച്ച് കാലിബർ തീർച്ചയായിട്ടും ഈ ഒരു കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അർജൻറ്റീനയ്ക്ക് ഇംഗ്ലണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഇതിലൂടെ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൂടി ഇപ്പോൾ ബ്രൂണോ ഡി സ്റ്റെഫാനോ പങ്കുവെക്കുന്നു. ഏതായാലും ടാക്റ്റിക്കലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കഴിയുമോ അർജൻറ്റീനയ്ക്ക് തുടക്കത്തിലെ ഗോളടിക്കാൻ? കഴിയുമോ അർജൻറ്റീനയ്ക്ക് ജൂഡ് ബെല്ലിംഗാമിനും ബുക്കായോ സാക്കക്കും ബോൾ സപ്ലൈ ചെയ്യപ്പെടുന്നത് തടയാൻ? അതുവഴി ഹാരി കെയിനിലേക്കുള്ള അവരുടെ ആ ഒരു ഹോട്ട് ലൈൻ തടഞ്ഞിടാൻ? കാത്തിരിക്കാം. എന്തായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയും തുറന്നിടപ്പെടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.